അപ്പോൾ മുൻപ് പറയപ്പെട്ട വീഡിയോയുടെ ഭാഗമാണ്, അതിൻ്റെ തുടർച്ചയാണ് ഇത്. എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കുന്നില്ല എന്നുള്ളത്. ഇവിടെ രണ്ട് വിഷയങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് സൈനികപരമായ രീതിയിൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ശക്തിയില്ലാത്ത രാജ്യമല്ല UAE ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും എല്ലാം. അത് സംയുക്തമായ രീതി ചേരുന്ന സമയത്ത് വലിയ ബലവും ശക്തിയും ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വേണമെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് തിരിച്ചടിക്കാം. അത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ ആക്രമണം നടത്തിയതിനുള്ള തിരിച്ചടി എന്ന് പറഞ്ഞിട്ട് അവർക്ക് രാഷ്ട്രത്തെയും രാഷ്ട്രത്തിലെ ജനങ്ങളെയോടും മറുപടി പറയാൻ കൂടി അത് ഉപകരിക്കും. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കുന്നു എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ റൂട്ട് മാറി സഞ്ചരിക്കുന്നതിന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ ആരാണ് ഇറാൻ ആക്രമിക്കുന്നത്? ഇസ്രായേൽ. രണ്ടാമത്തെ രാജ്യം ആരാണ്? അമേരിക്ക. അപ്പോൾ ജാതീയപരമായിരിക്കുന്ന ഒരു യുദ്ധം ഇവിടെ യഥാർത്ഥത്തിൽ വംശീയപരമായിരിക്കുന്ന യുദ്ധവും യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. ജൂത രാജ്യത്തോട് മുസ്ലിം രാജ്യം യുദ്ധം ചെയ്യുന്നു എന്നുള്ള ഒരു നെറേറ്റീവ് നിലവിലുണ്ട്. അപ്പോൾ അതിനോടൊപ്പം അറബ് രാജ്യങ്ങൾ ചേരുക എന്ന് പറയുന്ന സമയത്ത് ഭാവിയിൽ ആ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ പ്രയാസമുണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. കാര്യം ഇത്രയും രാജ്യങ്ങൾ, ജോർദാനിൽ അത് ബാധിക്കുന്നുണ്ട്, ഇറാഖിൽ, കുവൈറ്റ്, UAE, ബഹ്റൈൻ, ഖത്തർ, സൗദി, ഇസ്രായേലിനെ പോട്ടെ, ബാക്കിയുള്ള 7 രാജ്യങ്ങളും മുസ്ലിം രാജ്യമാണ്. 7 രാജ്യങ്ങളും അറബ് സംസാരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളാണ്. അതിൽ ഒമാൻ മാത്രമാണ് ഒഴിഞ്ഞുപോയത്. ഒമാനും ഇറാൻ തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ്. ഈ മധ്യസ്ഥ ചർച്ചയിലൊക്കെ പ്രധാനമായിരിക്കുന്ന റോളുള്ളത് ഒമാനാണ്. അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്, സൗഹൃദ രാജ്യമാണ്. അങ്ങനത്തെ കുറേ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് എല്ലാ കാലത്തും ഒമാൻ ഇറാനുമായിട്ട് ചേർന്നാണ് നിൽക്കാറുള്ളത് എന്നതൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ആ രാജ്യം യുദ്ധത്തിൽ നിന്ന് ഒഴിവായത്, ആക്രമണത്തിൽ ഒഴിവായത് എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇവിടെ ഇവർ സെപ്പറേറ്റ് യുദ്ധം ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ബ്രിട്ടന് സൗദി അറേബ്യക്ക് പിന്തുണ പറഞ്ഞിട്ടുണ്ട്. അവർ സാധാരണഗതിയിൽ ആ പണി അവർ ചെയ്യാറുമുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് വാ നമുക്ക് നോക്കാം, യുദ്ധം ചെയ്യാൻ ഞങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം, ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൻ്റെ കെടുതി പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ഒരു ശത്രു അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു രാജ്യം വന്നിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ പിന്നാമ്പുറം പരിശോധിക്കുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഉണ്ടാവാത്തതാണ്. പക്ഷേ സൗദി അറേബ്യ ഒരിക്കലും ബ്രിട്ടനുമായിട്ട് ചേർന്നുകൊണ്ട് ഇറാൻ ആക്രമിക്കില്ല എന്നുള്ള 100% ഉറപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ സൃഷ്ടിച്ചത്. ഇസ്രായേലിന് പോലും ഒരു രാജ്യമായിട്ട് ആവശ്യമില്ല. ഇസ്രായേൽ അന്നത്തെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ജീവിക്കാനുള്ള ഒരു ഭൂപ്രദേശവും ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവർക്ക് ജീവിച്ചു പോകണം, അത്രയേ ഉള്ളൂ. അത് രാജ്യമാക്കിയത് ബ്രിട്ടൻ്റെ ബുദ്ധിയാണ്. അല്ലാതെ ഇസ്രായേൽ അവിടെ കൂടിയിരിക്കുന്ന പാലസ്തീനിലേക്ക് 2ാം ലോക യുദ്ധത്തിൽ ജർമ്മനിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ട വിഭാഗങ്ങൾ, അതായത് ജൂത വിഭാഗങ്ങൾ ഇങ്ങനെ ഇവിടേക്ക് അടിഞ്ഞുകൂടിയ സമയത്ത് ഞങ്ങൾക്കൊരു രാജ്യം വേണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ ശക്തി സംഭരിച്ച ശേഷവും പറഞ്ഞിട്ടില്ല. രാജ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യങ്ങൾ ഇവരുടെ മനസ്സിലേക്ക് കുത്തിവെച്ചത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യമാണ്. അതിൻ്റെ ദാരുണ ഫലമാണ് ഇപ്പോഴും ലോകം അനുഭവിക്കുന്നത്. സംഭവം നടന്നത് 1948-ലാണ്. 75 വർഷം കഴിഞ്ഞതിന് ശേഷവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ബ്രിട്ടൻ സൃഷ്ടിച്ചതിൻ്റെ പ്രത്യാഘാതങ്ങളും പ്രയാസങ്ങളും ലോകം അനുഭവിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇവരിപ്പോൾ ഒരുമിച്ച് നമ്മൾ പറയുന്ന വിഷയം, ഇവരിപ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ആക്രമിക്കുന്ന സമയത്ത് തൊട്ട് പുറകെ ഇസ്രായേലിന് ആക്രമണം വരുന്നു. അപ്പോൾ ഒരു അറബ് രാജ്യത്തെ ഒരു മുസ്ലിം രാജ്യത്തെ അറേബ്യൻ രാജ്യങ്ങളും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ആക്രമിച്ചു എന്ന് ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അറബ് രാജ്യങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം സമാധാനപരമായ രീതിയിൽ യുദ്ധവിരാമം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ 8 രാജ്യവും തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതുവരെ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതും ഇപ്പോഴും ഈ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളതും നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതാണ് തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഒന്നും ചെയ്യാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം. ഇനി രണ്ടാമത്തൊരു കാരണം, രണ്ടാമത്തതും വിഷയമായിട്ട് വരാനുള്ളതാണ്. ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു. ഖത്തർ തിരിച്ചടിച്ചോ? തിരിച്ചടിച്ചിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് തിരിച്ചടിക്കാത്തൊരു രാജ്യം ഇറാൻ ആക്രമിച്ച സമയത്ത് തിരിച്ചടിക്കുക എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ തലങ്ങൾ തന്നെ അത് മാറും. അതും ഒരു വിഷയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത്
ഏറ്റവും കൂടുതൽ സമൃദ്ധമായി വളരുന്ന രാജ്യമാണ് അറേബ്യൻ രാജ്യങ്ങൾ. അത് പുരോഗമനപരമായി കഴിയുന്ന കാര്യവും വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ലോകത്തിൻ്റെ നിർമ്മിതികളും സൃഷ്ടിപ്പുകളും അത്ഭുതപൂർവമായിരിക്കുന്ന വളർച്ചയും ഉയർച്ചയും മുന്നേറ്റവും ഉണ്ടാക്കുന്ന കാര്യത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ എല്ലാ കാലത്തും ഒന്നാം സ്ഥാനത്താണ്. പക്ഷേ പ്രശ്നം എന്താണ്? രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അവർ വലിയ രീതിയിൽ പിന്നോക്കമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. കാര്യം എന്താ, ഒരു രാജ്യത്തിനെ ആക്രമിച്ചാൽ എന്തെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് തിരിച്ചൊരു ഏറ് നടത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ലോകത്തിലെ എല്ലാ രാജ്യവും ചെയ്യുന്നതാണ്. പക്ഷേ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ഖത്തർ അത് ചെയ്യാത്തതിലുള്ള പ്രതിഷേധം ശക്തമായിട്ട് തന്നെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ സംയുക്തമായ രീതിയിൽ അറബ് ലീഗ് ചേർന്നുകൊണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ അത് ചെയ്തിട്ടില്ല. അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക എന്ന് പറയുന്ന സൈനിക ശക്തി ആ രാജ്യത്ത് ഉദൈദ എന്ന് പറയുന്ന ഏകദേശം 100 കിലോമീറ്ററോളം ചുറ്റളവുള്ള പ്രദേശത്ത് രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായി അവരവിടെ നിലനിൽക്കുകയാണ്. അവരെന്തെങ്കിലും ചെയ്തോ? അവരൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും ഒരു ക്രിട്ടിക്കലായിരിക്കുന്ന ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ ലളിതവൽക്കരിച്ചുകൊണ്ട് അതിജീവിച്ച ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആക്രമിക്കുന്ന സമയത്ത് തിരിച്ചടി നൽകുക എന്ന് പറയുമ്പോൾ അവർക്ക് വല്ലാത്ത രീതിയിൽ ഭാവിയിൽ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എത്രത്തോളം പ്രതിരോധിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രതിരോധിക്കുകയാണ്. പക്ഷേ പ്രതിരോധ ശേഷിയെല്ലാം അത് ഇത്രയും ഗ്രൂപ്പ് തിരിഞ്ഞു അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തെയും ചേർന്നുകൊണ്ട് എല്ലാ രാജ്യത്തെയും ചേർന്നുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആകെ ഒരു പ്രതിരോധ സംവിധാനം കാര്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടത് ഈ ഖത്തറിലൊക്കെ ഉദൈദ, അതായത് അമേരിക്കയുടെ എയർബേസുള്ള സൈനിക ബേസുള്ള മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ്. അത് കുവൈറ്റിലും UAE-യിലും ബഹ്റൈനിലും ഖത്തറിലും അതുണ്ട്. അവർക്ക് ആ ബേസുകളുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ഈ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പോൾ പക്ഷേ അവിടെ പോലും യഥാർത്ഥത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വിഷയം മറ്റൊന്നുണ്ട്. അപ്പം ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ തുറന്ന പ്രദേശം പോലെയാണ്. അപ്പോൾ അവിടേക്ക് ആക്രമിക്കുന്ന സമയത്ത് മറ്റ് മേഖലകളിൽ നിന്നുള്ള പ്രതിരോധ സംവിധാനം തകർക്കാൻ വേണ്ടി സാധിക്കുന്നതൊക്കെ തകർക്കുന്നുണ്ട്. അതിൻ്റെ ചീളുകളും കഷ്ണങ്ങളും ഒക്കെയാണ്, അതല്ലെങ്കിൽ അത് പാതി മുറിഞ്ഞൊക്കെയാണ് പല ഭാഗങ്ങളിലേക്കും ഈ ചെതറി വീഴുന്നത്. അങ്ങനെയാണ് തീപിടുത്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അഥവാ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ ഇപ്പോഴും ആക്രമണം നടത്തുന്നുണ്ട് എന്ന് ചുരുക്കം. ഇത്രയും ശക്തമായ രീതിയിൽ എന്തുകൊണ്ട് അറബ് രാജ്യത്തെ ആക്രമിക്കുന്നു എന്ന ചോദ്യത്തിന് ആർക്കും ഇതുവരെ യഥാർത്ഥത്തിൽ ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് ചുരുക്കം.